ഹായ് നമസ്കാരം. ഇങ്ങനെ എല്ലാവരും വോട്ട് ചെയ്യാൻ പോകാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും അല്ലേ? നമ്മുടെ വോട്ടർ ഐ ഡി കാർഡൊക്കെ എടുത്ത് നോക്കിയോ? നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ പഴയ കാലത്തെ വോട്ടർ ഐ ഡി കാർഡില്ലേ, KLA തുടങ്ങുന്നത്, KLAയിലാണ് അതിൻ്റെ നമ്പർ തുടങ്ങുന്നതെങ്കിൽ അതുപോലത്തെ കാർഡുകളെല്ലാം മിക്കതും അസാധുവായിട്ടുള്ളതാണ്. അതിന് പകരം പുതിയ കാർഡും പുതിയ നമ്പറൊക്കെ അലോട്ട് ചെയ്തിട്ടുണ്ട് സർക്കാരായിട്ട്. പലർക്കും അത് ലഭിച്ചിട്ടുണ്ടാകത്തില്ല. എന്നിരുന്നാലും വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മുടെ മൊബൈലിൽ തന്നെ നമുക്ക് നമ്മുടെ പഴയ കാർഡ് നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പുതിയ കാർഡ് നമ്പർ നമുക്ക് ലഭിക്കും. ആ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വോട്ടിങ്ങിന് പോകാം. അതുമാത്രമല്ല, ആ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പുതിയൊരു കാർഡ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കാണുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം. നമ്മുടെ മൊബൈലിലുള്ള ഗൂഗിൾ സെർച്ച് എഞ്ചിൻ എടുക്കുക. അതിനകത്ത് സെർച്ച് എപ്പിക് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് നൽകുക. അതിനുശേഷം സെർച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സെർച്ച് എപ്പിക് എന്ന് പറഞ്ഞൊരു സൈറ്റ് വരും. ചീഫ് ഇലക്ഷൻ ഓഫീസർ എന്ന് എഴുതിയിട്ടുണ്ടാവും. webfile.co.kerala.in എന്നായിരിക്കും ആ സൈറ്റിന്. അത് ക്ലിക്ക് ചെയ്യുക. അന്നേരം നമുക്കൊരു സെർച്ച് എഞ്ചിൻ പോലെ തന്നെ ഒരു ബാർ കിട്ടുന്നതായിരിക്കും. അതിൽ നമ്മുടെ പഴയ വോട്ടർ ഐ ഡി കാർഡിലെ KLA തുടങ്ങുന്ന നമ്പർ അടിച്ചു കൊടുക്കുക. KL ബാർ, ആ നമ്പർ അതുപോലെ തന്നെ അടിച്ചു കൊടുക്കണം. KL ബാർ 14 ബാർ 086 ബാർ, പിന്നെ നമ്മുടെ ബാക്കി നമ്പർ അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത സമയത്ത് പഴയ നമ്മുടെ വോട്ടർ ഐ ഡി കാർഡിലെ നമ്പറും അതിനെ അലോട്ടായിരിക്കുന്ന പുതിയ വോട്ടർ കാർഡിൻ്റെ നമ്പറും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ നമ്പർ കുറിച്ചെടുക്കുക. ഈ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ലഭിച്ചിട്ടില്ലാത്തതിനാൽ പുതിയ കാർഡിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുമാത്രമല്ല, വോട്ടിംഗ് പർപ്പസിനും മറ്റുള്ള ആവശ്യങ്ങൾക്കും ഈ നമ്പർ ഉപയോഗിക്കാവുന്നതാണ്. ഇനി അതല്ല, നോ റെക്കോർഡ് ഫൗണ്ട് എന്നാണ് കാണിക്കുന്നതെങ്കിൽ പുതിയ നമ്പർ അലോട്ട് ചെയ്തിട്ടുമില്ല, പഴയ കാർഡ് അസാധുവാകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ കാർഡിന് അപ്ലൈ ചെയ്തുകൊള്ളുക. അതിപ്പോൾ നിലവിലുണ്ടായിരുന്നവരാണേലും ഇല്ലാത്തവരാണേലും അപ്ലൈ ചെയ്തുകൊള്ളുക.